അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദി സിസ്റ്റമാറ്റിക് ഓവർഹോളിംഗ്. സിസ്റ്റമാറ്റിക് ഓവർഹോളിംഗ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പീരിയോഡിക്കലായിട്ട് ചെയ്യുന്ന മെയിൻ്റനൻസിനാണ്, അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് ട്രാക്കിൽ ചെയ്യുന്ന റിപ്പയറിംഗ് പ്രോസസ്സിനെയാണ്. ഇത് ചെയ്യുന്നത് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് എൻഷുറിങ് ദാറ്റ് ദ ബെസ്റ്റ് പോസിബിൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദി ട്രാക്ക് കണ്ടീഷൻസ് ആർ മെറ്റ് ആൻഡ് മെയിൻറ്റെയിൻ. അപ്പോൾ ട്രാക്ക് ഒരു നല്ല കണ്ടീഷനിലാണ് എന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെയിൻ്റെനൻസ് ഒക്കെ നടത്തുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വലിയ വലിയ ആക്സിഡൻസിനൊക്കെ കാരണമാവും. അതുകൊണ്ട് നമ്മൾ പീരിയഡിക്കലായിട്ട് എന്ത് ചെയ്യണം, വി ഹാവ് ടു റിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ ദി ട്രാക്ക്. The systematic overhauling of the track should be normally commenced after the completion of one cycle of through packing. ഒരു ത്രൂ പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഒരു വൺ സൈക്കിൾ ഓഫ് ത്രൂ പാക്കിംഗ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ട്രാക്കിനെയും മൊത്തമായിട്ടൊന്ന് റിപ്പയർ ചെയ്യുന്നത്, ഓവർഹോൾ ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദി ഫോളോയിങ് ഓപ്പറേഷൻസ്. അതിൻ്റെ ഓപ്പറേഷൻസ് ആണ് സിസ്റ്റമാറ്റിക് ഓവർഹോളിങ്ങിൻ്റെ: ഷാലോ സ്ക്രീനിങ് ആൻഡ് മേക്കിംഗ് അപ്പ് ഓഫ് ദി ബലാസ്റ്റ് സെക്ഷൻ. ഷാലോ സ്ക്രീനിങ് നടക്കുന്നുണ്ട്. ദെൻ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡാമേജ്ഡ് ഓർ ബ്രോക്കൺ ഫിറ്റിംഗ്. ഡാമേജ് ആയിട്ടുള്ള ഫിറ്റിങ്സിനൊക്കെ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഓൾ ഐറ്റംസ് ഇൻക്ലൂഡ് ഇൻ ദി ത്രൂ പാക്കിംഗ്. ത്രൂ പാക്കിങ്ങിലുള്ള എല്ലാ ഐറ്റംസും മേക്കിംഗ് അപ്പ് ഓഫ് ദി സെസ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഓവർഹോളിങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെ ദ ഫ്രീക്വൻസി ഓഫ് ഓവർഹോളിങ്ങിൻ്റെ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാക്കിൻ്റെ ഏത് ടൈപ്പ് ട്രാക്കാണ്, ഹൈ സ്പീഡ് ട്രാക്കാണോ, ബ്രാഞ്ച് ട്രാക്കാണോ, ട്രങ്ക് ട്രാക്കാണോ. അപ്പോൾ ഇതിൻ്റെ ട്രാക്കിൻ്റെ ടൈപ്പ്, അതിൻ്റെ ഏജ്, അതുപോലെ തന്നെ അതിൽ സാങ്ഷൻഡ് ആയിട്ടുള്ള മാക്സിമം പെർമിസിബിൾ സ്പീഡ്, അതിൽ പോകുന്ന വോളിയം ഓഫ് ട്രാഫിക്, മോഡ് ഓഫ് ട്രാഫിക്, ഏത് മോഡ് ഓഫ് ട്രാക്ഷനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ട്രാക്ക് ഡിറ്റീരിയറേഷൻ, എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഇൻ ദ റീജിയൻ. ഇത്ര കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് ഓവർഹോളിങ്ങിൻ്റെ ഫ്രീക്വൻസി നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് ചീഫ് എഞ്ചിനീയറാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെയാണ് സിസ്റ്റമാറ്റിക് ഓവർഹോളിംഗ് നടക്കേണ്ടത്, അത് ഏതൊക്കെ ലെങ്ത് ഓഫ് ട്രാക്കിലാണ് ഓവർഹോളിംഗ് ചെയ്യേണ്ടതെന്നൊക്കെ ചീഫ് എഞ്ചിനീയർ തീരുമാനിക്കും. Normally, the plan is so drawn that the systematic overhauling of section is completed in about 3 to 4 years. സിസ്റ്റമാറ്റിക് ഓവർഹോളിംഗ് 3 to 4 ഇയേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ട്രാക്കിൽ 3 to 4 ഇയേഴ്സിനോട് പൂർത്തിയാക്കുന്ന രീതിയിലാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഇനി പിക്കിംഗ് അപ്പ് ഓഫ് സ്ലാക്സ് ഓർ സ്ക്രീനിങ്. പിക്കിംഗ് അപ്പ് ഓഫ് സ്ലാക്സ് എന്ന് പറഞ്ഞാൽ ദോസ് പോയിൻറ്റ്സ് ഇൻ ദി ട്രാക്ക് വേർ റണ്ണിങ് ഓഫ് ട്രെയിൻസ് ഈസ് ഫോൾട്ടി ഓർ സബ്സ്റ്റാൻഡേർഡ്. അപ്പോൾ അവിടെ സബ്സ്റ്റാൻഡേർഡിലാണ് റണ്ണ് ചെയ്യുന്നത്, ട്രെയിനൊക്കെ റണ്ണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു പോയിൻ്റ് ഓഫ് ട്രാക്കിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലാക്ക് വരാനുള്ള കാരണങ്ങളാണ് പറയുന്നത്: സ്ട്രെച്ചിങ് ഓഫ് ഈൽഡിങ് ഫോർമേഷൻ, സ്ട്രെച്ചസ് ഓഫ് ഈൽഡിങ് ഫോർമേഷൻ, ഈൽഡ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഈൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്ട്രെച്ചസ് ഉണ്ടാവാം. പോർലി മെയിൻറ്റെയിൻ സെക്ഷൻ ദാറ്റ് ഹാവ് ലൂസ് പാക്കിംഗ്, അലൈൻമെൻറ്റ്, ഇംപ്രോപ്പർ ലോഞ്ചിറ്റ്യൂണൽ ക്രോസ് സെക്ഷൻ ലെവൽസ്. ലോഞ്ചിറ്റ്യൂണൽ ലെവൽസിൽ വ്യത്യാസം വരിക, ക്രോസ് സെക്ഷൻ ലെവൽസിൽ വ്യത്യാസം വരിക, അതുപോലെ തന്നെ അലൈൻമെൻറ്റിലൊക്കെ വ്യത്യാസം വരാം. ഇംപ്രോപ്പർലി അലൈൻഡ് കർവ്സ് ഒന്നും കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടില്ല. പിന്നെ അപ്രോച്ചസ് ടു ലെവൽ ക്രോസിംഗ് ഗിർഡേഴ്സ്, ബ്രിഡ്ജസ്, പെർട്ടിക്കുലർലി ഇൻ സാക്സ്, പോർഷൻ ഓഫ് ട്രാക്ക് വിത്ത് പുവർ ഡ്രെയിനേജ്, സെക്ഷൻ വിത്ത് ഇനാഡിക്വേറ്റ് ഓൺ അൺക്ലീൻ ബെല്ലാസ്റ്റ് ക്യൂഷ്യൻ. ഇത്ര കാര്യങ്ങളാണ് എന്ത് വരുന്നത്, സ്ലാക്ക് വരാനുള്ള മെയിൻ കാരണങ്ങൾ. എന്നാൽ ട്രാക്ക് ഒരു സബ്സ്റ്റാൻഡ് കണ്ടീഷനിൽ വരാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പുവർ മെയിൻ്റനൻസ് ആണ്. ഒറ്റയടിക്ക് പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല, അതുപോലെ തന്നെ
അതിൻ്റെ ലെവൽസ് ഒന്നും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നില്ല, കറക്റ്റ് ഡ്രെയിനേജ് ഉണ്ടോ, ബല്ലാസ്റ്റ് കുഷ്യനൊക്കെ കറക്റ്റാണോ, ഇതൊന്നും നമ്മൾ കറക്റ്റായിട്ട് പീരിയോഡിക്കലായിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ അതിലൂടെ യാത്ര ചെയ്യാൻ എന്തായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇൻ എവറി വർക്കിംഗ് സീസൺ certain number of days in each week are allotted for the picking up of slags. ആ വർക്കിംഗ് സീസണിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഓരോ ആഴ്ചകളിൽ കുറച്ച് ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിഫെക്ട്സ്, ഈ സ്ലാക്സ് കണ്ടെത്താൻ നമ്മൾ അലോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇറ്റ്സ് അബൌട്ട് സ്ക്രീനിങ് ഓഫ് ബല്ലാസ്റ്റ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ബല്ലാസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ടൈം ടു ടൈം അതിനെ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നത് ഹെവി വെയ്റ്റുള്ള ട്രെയിനാണ്. അപ്പോൾ ഹെവി വെയ്റ്റുള്ള ട്രെയിൻ കൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്, ഹൈ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈബ്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബല്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രഷ്ഡ് സ്റ്റോൺസ് ആണ്. ഇപ്പോൾ ഈ ക്രഷ്ഡ് സ്റ്റോൺസ് വൈബ്രേറ്റ് ചെയ്താൽ പരസ്പരം അബ്രേഷൻ സംഭവിക്കും. അപ്പോൾ അബ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇത് പൊടിപ്പൊടിയാവും. അപ്പോൾ ഈ പൊടിപ്പൊടി നീക്കം ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു ബല്ലാസ്റ്റ് കുഷ്യന്, നല്ലൊരു ബല്ലാസ്റ്റ് കുഷ്യന് എപ്പോഴും നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. The ballast should be renewed from time to time because കാരണം due to continuous hammering of the ballast it may convert into powder form. This powder along with dust, sand, ashes from the locomotive form an impervious layer and prevent the ease of flow of water. അപ്പോൾ ഈ പൗഡറൊക്കെ കൂടിയിട്ട് എന്താ സംഭവിക്കുക, അതൊരു ഇംപർവിയസ് ലെയർ, വാട്ടർ ഡ്രെയിനേജിനും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബല്ലാസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രെയിനേജിനും ഇതെന്ത് ചെയ്യില്ല, വാട്ടർ ഫ്ലോ ചെയ്യാൻ, ഈസ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടറിനൊന്നും ഇത് സമ്മതിക്കില്ല. The ballast are constantly present in the formation. This reduces the quantity of ballast and also the elasticity of track is affected. അപ്പോൾ അതുപോലെ തന്നെ ഈ പൗഡറായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി, നമ്മുടെ ട്രാക്കിൻ്റെ ഇലാസ്റ്റിസിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ട്രാക്ക് ഷുഡ് ബി ക്ലീൻ റെഗുലർലി ബൈ മീൻസ് ഓഫ് സ്ക്രീനിങ്. അപ്പോൾ ട്രാക്ക് എന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, റെഗുലറായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ രണ്ട് തരം സ്ക്രീനിങ് ആണുള്ളത്. ഷാലോ സ്ക്രീനിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഡീപ്പ് സ്ക്രീനിങ് ഉണ്ട്. ഷാലോ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഡെമോൺസ്ട്രേറ്റ് ദി പ്രൊസീജിയർ ഓഫ് ഫോർ ക്ലീനിങ് കണ്ടാമിനേറ്റഡ് ബല്ലാസ്റ്റ് ഓൺ ട്രാക്ക് ഓർ ഇൻ സിറ്റു. If the contaminated ballast is dumped by hoppers for top ballasting and tapping of track was not done, so we can adopt shallow screening method to remove the contaminated ballast from new construction track or in maintenance track also. അപ്പോൾ ഷാലോ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചേ പൗഡർ ചെയ്തിട്ടുള്ളൂ, നന്നായിട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ ട്രാക്ക് പൗഡർ ചെയ്ത് പോയിട്ടില്ല, കുറച്ചേ പൗഡർ ചെയ്ത് പോയിട്ടുള്ളൂ. ആ ഒരു കേസസിലാണ് നമ്മൾ ഷാലോ സ്ക്രീനിങ്, ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യും, സ്ക്രീൻ ചെയ്തിട്ട് നമ്മളെ പൗഡേഴ്സിനൊക്കെ കളയും, എന്നിട്ട് കറക്റ്റ് ടാമ്പർ ചെയ്തിട്ട് ബല്ലാസ്റ്റ് കുഷ്യൻ നമ്മൾ ഫോം ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ ഷാലോ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡീപ്പ് സ്ക്രീനിങ് നോക്കാം. Deep screening of ballast is done to ensure that the clean ballast cushion of the required depth is available below the lower half of the sleepers. അപ്പോൾ കറക്റ്റ് ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ബല്ലാസ്റ്റ് കുഷ്യൻ ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡീപ്പ് സ്ക്രീനിങ് നടത്തുന്നത്. വിച്ച് ഈസ് നെസസറി ഫോർ പ്രൊവൈഡിങ് ദി പ്രോപ്പർ ഡൈനേജ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ടു ദി ട്രാക്ക്. അപ്പോൾ ഇത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇലാസ്റ്റിസിറ്റി അതുപോലെ തന്നെ പ്രോപ്പർ ഡൈനേജിന് എന്താണ്, ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് ക്ലീൻ ബല്ലാസ്റ്റ് കുഷ്യൻ ഓഫ് ദി ഡിസൈർഡ് ഡെപ്ത്, ട്രാക്ക് ജോമെട്രി മേ ഗെറ്റ് ഡിസ്റ്റർബ്ഡ് അഫക്റ്റിംഗ് ദി പെർഫോമൻസ് ഓഫ് ദി ട്രാക്ക്. ഇനി കറക്റ്റ് ക്ലീൻ ബല്ലാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മളെ ട്രാക്ക് ജോമെട്രി അലൈൻമെൻറ്റ് വ്യത്യാസം വരും, ട്രാക്ക് ജോമെട്രി വ്യത്യാസം വരും, അതുപോലെ തന്നെ ട്രാക്കിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും.
അതുപോലെ തന്നെ ട്രാക്കിൻ്റെ ഓവറോൾ പെർഫോമൻസ് എന്ത് ചെയ്യും, ഇറ്റ് മേ എഫക്റ്റ്. ഇനി ഡീപ്പ് സ്ക്രീനിങ് ഈസ് നോർമലി ക്യാരിഡ് ഔട്ട് അണ്ടർ സ്പീഡ് റെസ്ട്രിക്ഷൻ വിത്തൗട്ട് ഒബ്റ്റെയിനിങ് ട്രാഫിക് ബ്ലോക്ക്. അപ്പോൾ ഡീപ്പ് സ്ക്രീനിങ് സാധാരണ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമല്ല, ട്രാഫിക്കൊന്നും ബ്ലോക്ക് ചെയ്തിട്ടില്ല ചെയ്യുന്നുണ്ടാവുക, ട്രാഫിക്കിൻ്റെ സ്പീഡ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് സാധാരണ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു പ്രൊസീഡ് വിത്ത് ഡീപ്പ് സ്ക്രീനിങ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ട്രാഫിക്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ട്രാഫിക്കിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ഡീപ്പ് സ്ക്രീനിങ് ചെയ്യുന്നത്. An adequate quantity of ballast, the necessary equipment, tools and required labor should be arranged well in time. Work should not be carried out during months. മൺസൂണിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വർക്കുകൾ ചെയ്യാൻ പാടില്ല. ദ പ്രൊസീജിയർ ഫോർ ഡീപ്പ് സ്ക്രീനിങ്, അതിൻ്റെ പ്രൊസീജിയറാണ്. പ്രൊസീജിയർ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, പ്രൊസീജിയറിൻ്റെ ഇതിൻ്റെ PDF നിങ്ങൾക്ക് തരാം. അപ്പോൾ PDF ഉപയോഗിച്ചിട്ട് നിങ്ങൾ വായിച്ചാൽ മതി പ്രൊസീജിയർ. അപ്പോൾ ഈ പ്രൊസീജിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡീപ്പ് സ്ക്രീൻ ചെയ്യുമ്പം ഇറ്റ് ഈസ് ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് വെൻ ദി ബല്ലാസ്റ്റ് ഈസ് ബീങ് എക്സ്കവേറ്റഡ് ഫ്രം അണ്ടർ വൺ സ്ലീപ്പർ, നമ്മളൊരു സ്ലീപ്പറിൽ നിന്നാണ് ബല്ലാസ്റ്റ് എക്സ്കവേറ്റ് ചെയ്ത് അതിനെ ക്ലീൻ ചെയ്ത് സ്ക്രീൻ ചെയ്യുന്നതെങ്കിൽ there are at least 4 sleepers between the sleeper and the next sleeper that is being worked upon. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള സ്ലീപ്പറിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് എന്ത് വേണം, 4 സ്ലീപ്പറെങ്കിലും വേണം. അതുപോലെ തന്നെ നമ്മൾ ബല്ല സ്ക്രീനിങ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം എന്തേ ഉണ്ടാവുള്ളൂ, 2 ഇഞ്ച് അല്ലെങ്കിൽ 50 mm സ്ക്രീനിങ്ങേ നമ്മൾ നടത്താറുള്ളൂ. അതുപോലെ തന്നെ ഡീപ്പ് സ്ക്രീനിങ്ങിലെ സ്പീഡ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ 15 km/h ആണ്. ദിസ് സ്പീഡ് ക്യാൻ ബി റിലീസ്ഡ് ടു നോർമൽ സ്പീഡ് ഇൻ ദി ഫോളോയിങ് വേസ്. സ്പീഡ് നോർമലാക്കാൻ പറ്റുന്ന വേസ് ആണ് പറഞ്ഞത്. മാനുവൽ പാക്കിംഗ് 4 times in succession and by picking up of slack over 21 days. അതുപോലെ തന്നെ മെഷീൻ പാക്കിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടൈം മെഷീൻസ് ബൈ ടാപ്പിംഗ് ദി ട്രാക്ക് ത്രൈസ് ഫോളോഡ് ബൈ പിക്കിംഗ് അപ്പ് ഓഫ് സ്ലാബ് ഓവർ 10 days. അപ്പോൾ മാനുവൽ പാക്കിംഗ് വെച്ചിട്ട് 21 ദിവസം കൊണ്ടും മറ്റ് 10 days കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പീഡ് റെസ്ട്രിക്ഷൻ മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 4th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ 4th മൊഡ്യൂളിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആക്സിഡൻറ്റിനെ കുറിച്ചും റെയിൽവേൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചുമാണ്. അതിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് ത്രൂ പാക്കിംഗ്, സിസേഴ്സ് പാക്കിംഗ്, ഷവൽ പാക്കിംഗ്, പിന്നെ ഇതിൽ ഓരോന്നിൻ്റെയും മെയിൻ്റനൻസ് ഉണ്ട്. റെയിലിൻ്റെ മെയിൻ്റനൻസ്, ഫിറ്റിങ്ങിൻ്റെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ സ്ലീപ്പേഴ്സിൻ്റെ മെയിൻ്റനൻസ്. അതിൻ്റെ ഒരു PDF ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവും, അത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇവിടെ ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അത്ര ഡിസ്കസ് ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിൾ കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ 4th മൊഡ്യൂൾ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.